ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ ഒരുപാട് ലെയേഴ്സും അർത്ഥതലങ്ങളും ഉണ്ടെന്ന്. നൻപകലും ഒരുപാട് മൾട്ടി ലെയേഴ്സ് ഉള്ള ഒരു സിനിമയാണ്. ഇതിൽ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നത് മാനുഷികതയുടെ ഒരു ലെയർ ഉണ്ട്, പിന്നെ സ്പിരിച്വാലിറ്റിയുടെ ഒരു ലെയർ ഉണ്ട്, പിന്നെ പൊളിറ്റിക്കൽ. പലപ്പോഴും ലിജോ പ്രേക്ഷകനോട് ആവശ്യപ്പെടുന്നത് ഈ ലെയേഴ്സിനെ കണ്ടെത്തലാണ്. അത് ഡയറക്ടർ ഒരിക്കലും നേരിട്ട് പറയുന്നില്ല. പലരും ഇതിലെ ഹ്യൂമനിസ്റ്റ് പിന്നെ സ്പിരിച്വൽ അപ്രോച്ചിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഇതിലെ പൊളിറ്റിക്സിനെ കുറിച്ച് അധികം ആരും പറയുന്നില്ല. ലിജോ തന്നെ പല ഇന്റർവ്യൂകളിലും പറയുന്നുണ്ട് തൻ്റെ എല്ലാ സിനിമകളും ഒരു രാഷ്ട്രീയമാണ്. അപ്പോൾ എന്ത് രാഷ്ട്രീയമാണ് ഇവിടെ നൻപകൽ നേരത്തെ മയക്കത്തിലൂടെ പുള്ളി ഉദ്ദേശിക്കുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് അവലോകനം ചെയ്യാം. ഈ സിനിമയും അതിൻ്റെ രാഷ്ട്രീയവും വിവാദമാകുമോ? ഈ ചിത്രത്തിന് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടുമോ? വേളാങ്കണ്ണിയിൽ നിന്നും തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആളുകൾ ഉച്ചയുറക്കം കഴിഞ്ഞ് വണ്ടിയിൽ തന്നെ കിടന്ന് ഉറങ്ങിപ്പോകുന്നു. കൂട്ടത്തിൽ ജെയിംസ് എന്നൊരാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വണ്ടി നിർത്താൻ ആവശ്യപ്പെടുകയും തമിഴ്നാട്ടിലെ ഒരു കുഗ്രാമത്തിലേക്ക് മറ്റൊരാളായി മാറിക്കൊണ്ട് ഒരു സ്വപ്നാടനം കണക്കെ നടന്നു കയറുന്നു. ഒരു പുനർജന്മം പോലെയാണ് ജെയിംസ് തമിഴ്നാട്ടിലെ കുഗ്രാമത്തിലെ ഊടുവഴിയിലൂടെയൊക്കെ നടന്നു കയറുന്നത്. ഒരു വലിയ മരത്തിന്റെ സൈഡിലൂടെ നടന്നു കയറുന്ന ജെയിംസ് ഒരുപാട് പരിചയമുള്ള പോലെയാണ് എല്ലാ വഴിയിലൂടെയും നടക്കുന്നത്. ചാണകം ഉണക്കാനിടുന്ന ഗ്രാമവാസി സ്ത്രീയെ കടന്ന് ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സീനുണ്ട്. അതിൽ ശ്രദ്ധിക്കപ്പെട്ട കാര്യം, ഇടത്തു നിന്ന് ചാണകമുള്ള മതിൽ കഴിഞ്ഞ് വലത്തോട്ട് തിരിയുന്ന ഫ്രെയിം. ഇവിടം തൊട്ടാണ് സിനിമയിലെ രാഷ്ട്രീയം ആരംഭിക്കുന്നത്. വീട്ടിലേക്ക് കയറിയ സുന്ദരം സ്വാഭാവികമായിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട്. അലമാര തുറന്നു വിഭൂതി അണിയുന്നു, അടുക്കളയെ കാപ്പിയിടാൻ കയറുന്നു, പശുക്കൾക്ക് വൈക്കോല് കൊടുക്കുന്നു. നടപ്പിലും ഇരിപ്പിലും ഭാവത്തിലും ഒക്കെ അടിമുടി സുന്ദരമായി നടക്കുന്ന ഈ അപരിചിതനെ കണ്ട് വീട്ടുകാർക്കൊക്കെ ഞെട്ടലുണ്ട്. കാഴ്ചയില്ലാത്ത പാട്ടിയും സുന്ദരത്തിന്റെ പട്ടിയും മാത്രമാണ് സംശയമൊന്നുമില്ലാതെ സുന്ദരത്തെ അംഗീകരിക്കുന്നത്. ഈ മതിൽ കടന്നു തന്നെയാണ് വണ്ടിയിലുള്ള എല്ലാവരും ജെയിംസിനെ അന്വേഷിച്ച് ഗ്രാമത്തിലേക്ക് കടക്കുന്നത്. ഈ സ്ത്രീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ കൂടെയുള്ള ഒരാൾ പറയും ശവം ദഹിപ്പിക്കാനാണെന്ന്. ഇതുവഴി ആരെങ്കിലും പോയോ എന്ന ചോദ്യത്തിന് ഇതുവഴി പലരും പോയിട്ടുണ്ട്, ചിലവർ സത്തും പോയിരിക്കാങ്ക എന്ന രസികൻ മറുപടിയിലൂടെ സിനിമ രാഷ്ട്രീയം വ്യക്തമാക്കുന്നു. ജെയിംസിനൊന്നും പിടികിട്ടാൻ വശം കെട്ട് കൂടെയുള്ളവരൊക്കെ ഓടുമ്പോൾ ജെയിംസ് തൻ്റെ പഴയ 2 വീലറും എടുത്ത് നല്ല സുന്ദരമായി ഉരുചുറ്റി അടിക്കുന്നു. കള്ളു കുടിക്കാൻ കയറുന്ന സുന്ദരം പഴയ ശിവാജി ഗണേശന്റെ സിനിമയിൽ അച്ഛൻ്റെയും മകൻ്റെയും ഡയലോഗ് ഇങ്ങനെ രസമായിട്ട് കൂടെയുള്ളവർക്ക് മുമ്പിൽ അഭിനയിക്കുന്നുണ്ട്. എന്നാൽ ഈ ഡയലോഗിലും ഉണ്ട് ഒരു രാഷ്ട്രീയം. വ്യത്യസ്ത അഭിപ്രായക്കാരായ പെരിപ്പയും മരുമകനും കുറ്റവാളി എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്, അതാണ് നമ്മുടെ അഭിമാനം എന്ന് പെരിയപ്പ. അതല്ല, താൻ നീതിക്ക് വേണ്ടി വാദിക്കും എന്ന് മരുമകൻ. அப்புறம் கேட்கறா வீரர்களா? எப்ப நம்ம 2 பேருக்கும் கொள்கையிலேயே வித்தியாசம் வந்துருத்தோ அப்ப நாம 2 பேரும் ஒரே வீட்டுல இருக்கக்கூடாது. Do one thing. நீ இந்த வீட்டை விட்டு போயிடு. വലിയവനായ തന്റെ നിലപാടിനെതിരെ എതിർക്കുന്ന ചെറിയവനെ ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല, പുറത്തു പോ. സുന്ദരം ഈ ഡയലോഗ് ഒടുവിൽ പറയുമ്പോൾ കൂടെയുള്ളവർ കൈയടിക്കുന്നു. തിരികെ വീട്ടിലെത്തുന്ന സുന്ദരത്തെ അവിടുന്ന് പറഞ്ഞുവിടാൻ കണക്കാക്കി എല്ലാവരും നിരന്ന് നിപ്പുണ്ട്. തന്നോട് ഊരു വിട്ടുപോകാൻ സ്വന്തക്കാർ തന്നെ ആവശ്യപ്പെടുന്ന കേട്ട് സുന്ദരം പതറിപ്പോകുന്നു. നീ ഇവരുടെ കൂടെ വന്ന ആളാണ്, ഞങ്ങളിൽ ഒരുവനല്ല, അതുകൊണ്ട് ഇവിടെ ഇനി നിൽക്കാൻ പറ്റില്ല, ഇവരുടെ കൂടെ പോയേ പറ്റുമെന്ന് തറപ്പിച്ച് പറയുന്ന ഗ്രാമവാസികൾ. ഞെട്ടലോടെ സുന്ദരം ചോദിക്കുന്നുണ്ട്, നാ ഇന്ത് ഊരുകാരനല്ലേ, സൊല്ലുങ്കോ അപ്പാ. കൂടപ്പിറപ്പുകളെ പോലെ കണ്ടവര്, സന്തോഷത്തിലും സങ്കടത്തിലും വരെ നമ്മൾ ഒന്നിച്ചു നിന്നതല്ലേ, എന്നിട്ട് താൻ ഇവിടുത്തുകാരനല്ല എന്ന് എങ്ങനെ ചോദിക്കാൻ സാധിക്കുന്നു എന്ന് നെഞ്ചെടറി ചോദിക്കുന്ന സുന്ദരം. സ്വന്തം അസ്തിത്വം ചോദ്യം ചെയ്യപ്പെട്ട് കിടപ്പാടം നഷ്ടപ്പെട്ട് നോമാൻസ് ലാൻഡ് പോലെ മുറ്റത്ത് ആകാശം നോക്കിക്കിടക്കുന്ന സുന്ദരം സമീപകാല രാഷ്ട്രീയത്തിന്റെ നേർക്കാഴ്ചയാണ്. പിറ്റേന്ന് പാൽ വിൽക്കാനായി ഇറങ്ങുന്ന സുന്ദരം എന്ന ജെയിംസ് തങ്ങളിൽ ഒരുവനല്ല എന്ന് കണ്ട് മാത്രം പാല് മേടിക്കാൻ ഊരിലുള്ളവർ തയ്യാറാകുന്നില്ല. അസ് ആൻഡ് ദെം, ഞങ്ങളും നിങ്ങളും എന്ന വേർതിരിവ് എടുത്തു കാണിക്കുന്ന ഒരു സീനാണത്. ഒടുവിൽ പിരിഞ്ഞ പാൽ ഓടയിൽ ഒഴിച്ച് കളയുന്ന സീനുണ്ട്. ആ സീന് കൊടുത്തിരിക്കുന്ന സ്ക്രീൻ ടൈമിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതൊരു ശക്തമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണെന്ന്. ഗ്രാമത്തിലെ പെട്ടെന്നുള്ള മാറ്റങ്ങളൊക്കെ സുന്ദരത്തിനെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തുന്നു. ഈ മാറ്റങ്ങളൊക്കെ എപ്പോ എങ്ങനെ സംഭവിച്ചു, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് നടുങ്ങുന്നുണ്ട് സുന്ദരം. ഒടുവിൽ കണ്ണാടിയിൽ ജെയിംസിന്റെ മുഖം കാണുന്ന സുന്ദരം ഒരു വലിയൊരു ഐഡന്റിറ്റി ക്രൈസിസിൽ ചെന്ന് നിൽക്കുന്നു. സ്വത്വബോധം നഷ്ടപ്പെട്ട താൻ ആരെന്ന് സംശയിക്കുന്ന സുന്ദരം തന്നോട് സഹോദരൻ എന്തേ ഇങ്ങനെ എന്നൊക്കെ വിങ്ങിപ്പൊട്ടി കരയുന്നു. പിറ്റേ ദിവസം ജെയിംസിനെ കൊണ്ടുപോകാൻ മറ്റുള്ളവരുടെ പാതി സമ്മതത്തോടെ തയ്യാറാക്കുന്ന മയക്കുമരുന്ന് അതൊരു പ്രതീകമാണ്. ഒരു നിസ്സഹായനെതിരെയുള്ള ബലപ്രയോഗത്തിന്റെ രാഷ്ട്രീയം. തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ സുന്ദരം വിറയാർന്ന കൈകളാ ചോറ് വാരിയെടുക്കുമ്പോൾ വിതുമ്പുന്നു. വീട്ടുകാർ സുന്ദരത്തെ പുറത്താക്കുന്നതിന് മുമ്പായി ഊണ് നൽകുന്നു. ഒടുവിൽ മയക്കം കഴിഞ്ഞുണരുന്ന സുന്ദരം ജെയിംസ് എന്ന സ്വത്വബോധത്തിലേക്ക് തിരിച്ചു നടക്കുന്നുണ്ട്. തന്റെ ഇടം തന്റേതല്ലാതായി കഴിഞ്ഞ സുന്ദരത്തിന്റെ പഴയ അലമാര പ്രാണൻ പോയ ദേഹം പോലെ അവശേഷിക്കുന്നുണ്ട്.
വന്ന അതേ വഴിയിലൂടെ തിരിച്ചു നടന്നു പോകുന്ന ജെയിംസ് വീണ്ടും ആ വലിയ മരം കടന്നു പോകുന്നു. തൻ്റെ വേരുകൾ എന്നേക്കുമായി വിട്ടുപോകുന്ന കാഴ്ചയാണ്. ഒടുവിൽ നായ സുന്ദരം പോയ വണ്ടിയുടെ പിന്നാലെ ഓടുമ്പോൾ അത് ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്. പലായനം ചെയ്യുന്നത് സുന്ദരമാണോ അതോ തിരിച്ചു പോകുന്നത് ജെയിംസ് ആണോ? അങ്ങനെ ഒരു ചോദ്യം ഉയരുന്നുണ്ടെങ്കിൽ തന്നെയും ഭാഷാപരമായ, വിശ്വാസപരമായ, ആശയപരമായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇതിൽ രണ്ട് സമൂഹത്തിലുള്ള സ്ത്രീ കഥാപാത്രങ്ങളും പ്രായമുള്ളവരും പരസ്പരം കൈമാറുന്ന സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും മാനവിക മൂല്യങ്ങൾ തന്നെയാണ് ഈ സിനിമയുടെ ആശയം. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ അടുത്ത സിനിമ മോഹൻലാൽ നായകനാകുന്ന മല്ലിയങ്കോട്ട വാലിബൻ. എന്തായിരിക്കും അത് മുന്നോട്ട് വെക്കുന്ന കഥ? അതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു ചെറിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. വാച്ച് ഔട്ട് ദിസ് സ്പേസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.